വെള്ളമില്ലാതെ ഉണങ്ങിവരേണ്ട ദേശത്ത് എന്റെ ഉള്ളം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം അങ്ങേയ്ക്കായി കാക്ഷിക്കുന്നു. അങ്ങനെ അവിടുത്തെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങേ നോക്കിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയുമാകുന്നു. അങ്ങ് രഹസ്യങ്ങളൊന്നും പറഞ്ഞിരിക്കുന്നില്ല. ഞങ്ങൾ അങ്ങേ പൂർണ്ണമായി സ്നേഹിക്കാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്താനും പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ദിനങ്ങളെയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെളിവാക്കണമേ. ആമേൻ. നാം ഈ സമയം 23-ാമത്തെ ഗീതം പാടും. 23-ാമത്തെ ഗീതം. Amen.
നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന അവിടത്തോടെ സകലത്വവും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. അനാഥനും തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറയുന്നു. ക്രിസ്തുവേ യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായുള്ളവരെ, ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടി എത്താൻ നിങ്ങളുടെ ഹൃദയത്തെ ഉയർത്തവും. ഇവിടെ നിശ്ചയമായി ദൈവഭക്തവും സ്വർഗവാതിലുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനവും ഇവിടെ വെച്ച് നൽകുവാൻ ദൈവത്തിന് സാധിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനവും വിശുദ്ധ സാക്ഷ്യങ്ങളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മെ സമീപിച്ചിരിക്കുന്ന ദൈവത്തോട് നാം മടങ്ങിച്ചെന്ന് നമ്മുടെ കൃതജ്ഞതാസ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവുമാകുന്നു. എന്നാലും നാം പാപം ചെയ്തുപോലുള്ളവരും ദൈവത്തിന്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവരുമാണെന്നുള്ളത് പരമാർത്ഥമായ അനുതാപത്തോടെ നമ്മുടെ പാപങ്ങളെ നമുക്ക് ഏറ്റുപറയാം. ഒരു നിമിഷം മൗനമായി നാം ആയിരിക്കുന്നിടത്ത് നമ്മൾ തന്നെ വിനയപ്പെടുത്താം. ദൈവാത്മാവ് ബോധ്യപ്പെടുത്തുന്ന എല്ലാ കുറവുകളെയും ദൈവസന്നിധിയിൽ ഉണർന്നുകൊണ്ട് അനുതാപത്തോടെ ദൈവകൃപയ്ക്കായിട്ട് അപേക്ഷിക്കാം. 9-ാമത്തെ അനുതാപ പ്രാർത്ഥന. ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുമെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ചൊല്ലാം. 9-ാമതും സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോലെ ഞങ്ങളുടെ വഴികളിലെത്തി സ്വീകരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തത്തെയും വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ വന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകളെ വിശ്വസിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യമില്ല. എന്നാൽ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപിയെ ഞങ്ങളല്ല, അവൻ ദുഷ്ടതകളിൽ ജീവിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവപിതാവേ, ഞങ്ങൾ അനുതാപത്തോടെ ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങൾ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയങ്ങൾ നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധനാമത്തിന് മഹത്വത്തിനായി ജീവന്റെ ദുരിതത്തിൽ ഞങ്ങളെ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് എത്തിച്ചുകൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തുവിന്റെ കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവിടുത്തെ അടുക്കലൊരാൾ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ദൈവം നമുക്ക് നൽകിയ പാപക്ഷമയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന
എല്ലാ നന്മകളെയും എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടത്തിലും ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കാൻ ലഭ്യമായ ഭാഗ്യത്തെ ഓർത്ത് മനഃപൂർവ്വമായി ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. ആരാധനക്രമം 14-ാമത്തെ പൊതുവായ സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. ആരാധനക്രമം 14. സർവശക്തിയുള്ള ദൈവമേ,
21 ഭാഗ്യവതികൾ. ആരാധനാക്രമം 21. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഭാഗ്യവചനങ്ങൾ നമുക്ക് പ്രതിവാക്യമായി മനസ്സിലാകുന്നു. ആത്മാവിനെതിരായ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വിശുദ്ധനായിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനം ഉണ്ടാകുന്നവർ ഭാഗ്യവാന്മാർ, നീതിയിൽ ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, സങ്കീർത്തനം ഈ സമയം. സങ്കീർത്തനങ്ങൾ 15 വാക്യങ്ങളായി. സങ്കീർത്തനം 15. യഹോവേ, നിന്റെ കൂടാരത്തിൽ ഞാൻ പാർക്കും, നിന്റെ വിശുദ്ധമല്ലാതെ നാം വസിക്കും. നാവുകൊണ്ട് വിള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരനെ അപമാനം വരുത്താതെയും ചെയ്യുന്നവൻ. തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്ത വിധമായി കൈക്കൂലി വാങ്ങാതെയും ചെയ്യുന്നവൻ. ഇങ്ങനെ ചെയ്യുന്നവൻ പോയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ. വേദഭാഗം വായിക്കുവാൻ നൽകിയിരിക്കുന്ന പഴയ ഭാഗം ഉൽപ്പത്തി 18-ാം അധ്യായം 1 മുതൽ 10 വരെ. ഉൽപ്പത്തി 18-ാം അധ്യായം 1 മുതൽ 10 വരെ. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലമുക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിന് കീഴിൽ ഇരുത്തി ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കട്ടെ, നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവൻ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറായുടെ അടുക്കൽ ചെന്നു. നീ ക്ഷണത്തിൽ മൂന്ന് തന്നെ മാവ് എടുത്ത് കുഴച്ചപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിന് കീഴിൽ സൂക്ഷിച്ചിരുന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവരോട്, നിന്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചത്. കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടായിരിക്കും എന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതിൽക്കൽ അവരെ മുൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. ലേഖന വേദഭാഗം. എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യം. എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യം. സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മാറ്റരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാരെന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകിയ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും
ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുമല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങൾ മധ്യവരെ ഓർത്തുകൊള്ളി. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കും. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ആമേൻ. വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെ. യോഹന്നാൻ 21-ാം അധ്യായം 1 മുതൽ 11 വരെ. അതിനുശേഷം യേശു പിന്നെ തിബിരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ ജീവിതം ആയിരുന്നു. ശീമോൻ പത്രോസും ഫിലിപ്പോസും തോമസും ഗലീലയിലുള്ള കാനായും നദന്യായും സൗരമക്കളും അവന്റെ ശിഷ്യന്മാരും വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ പോകുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ടു പടകുകയറി പോയി. ആ രാത്രിയിലൊന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നതിന്റെ ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലതുഭാഗത്ത് വലവീശി, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിന്റെ പെരുപ്പം ഏതുവായി, അത് പരപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനായാൽ അന്യാലയത്തിൽ കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 കുളത്തിൽ അധികം ദൂരമുണ്ടായ മീൻ നിറഞ്ഞ വല ഇഴച്ചുകൊണ്ട് ചെറിയ പടകിൽ വന്നു കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കാലിൽ അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരും എന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വരെ ഉണ്ടായിരുന്ന വല കയറിയില്ല. യേശു അവരോട് വന്ന് പാദം കഴിച്ചുകൊണ്ടു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തൻ നീ ആരെന്ന് അവനോട് ചോദിക്കാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. എട്ടാമത്തെ ഗീതം നമുക്ക് കാണാം. 288. See
വചനം ദൃഢമായി ഈ ഭൂമിയിലേക്ക് കാണുന്ന മനസ്സിലായി അവിടുന്ന് തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. അങ്ങയുടെ പുനരുദ്ധാനത്തിന് ശേഷം അങ്ങ് നൽകിയ പ്രത്യക്ഷതകളെ കുറിച്ച് ചിന്തിക്കാനായിട്ട് ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. മാനുഷികമായ ശബ്ദമായിട്ടല്ല, ദൈവികമായ ശബ്ദങ്ങൾ അനുഭവിച്ചറിയാൻ ഇന്ന് ഈ ആരാധനയുടെ സഹായിക്കണമേ. കർത്താവേ, നിന്റെ മക്കൾ ആയിരിക്കുന്നിടത്ത് കർത്താവിന്റെ പ്രത്യക്ഷത നൽകി അവരെ പാലിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 14-ാം വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 14-ാം വാക്യം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം സ്വർഗാരോഹണത്തിന് മുൻപായി 11 പ്രാവശ്യം യേശു കർത്താവ് പലർക്കുമായി പ്രത്യക്ഷനായി എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. യേശുവിന്റെ ഈ പ്രത്യക്ഷതയെ കുറിച്ചാണ് ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ലോക സംഭവങ്ങൾ നമ്മെ ഓരോ ദിവസവും ഞെട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ധൈര്യവും പ്രത്യാശയും നൽകുന്നത് യേശു കർത്താവിന്റെ പ്രത്യക്ഷതയാണ്. ഈ ദിവസങ്ങളിൽ അതിന് ദൈവം നമുക്ക് അവസരങ്ങളെ തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ സൂചിപ്പിച്ചല്ലോ, 11 പ്രത്യക്ഷതകളാണ്, 11 പ്രാവശ്യമാണ് യേശു കർത്താവ് പുനരുത്ഥാനത്തിന് മുമ്പായി, സ്വർഗാരോഹണത്തിന് മുമ്പായി, ഉയർപ്പിന് ശേഷം പലർക്കുമായി പ്രത്യക്ഷനായി. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചത്, എന്തുകൊണ്ട് തന്നെ ക്രൂശിക്കുന്നതിനെ ഏൽപ്പിച്ച മഹാപുരോഹിതനായ കയ്യഫാവിനോ തന്നിൽ കുറ്റം ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ക്രൂശിപ്പാൻ ഏൽപ്പിച്ച പീലാത്തോസിനോ യേശു കർത്താവ് പ്രത്യക്ഷനായില്ല എന്നുള്ളതാണ്. അങ്ങനെ പ്രത്യക്ഷനായിരുന്നുവെങ്കിൽ ഈ ഉന്നത സ്ഥാനീയരായിരുന്ന പ്രിയപ്പെട്ടവർ ലജ്ജിച്ച് തലതാഴ്ത്തില്ലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ വേദപുസ്തകം നാം അങ്ങോളം ഇങ്ങോളം പഠിക്കുമ്പോൾ യേശുവിന്റെ പ്രത്യക്ഷത അഥവാ യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നതിന് ചില പ്രത്യേക മനോഭാവമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ യേശു കർത്താവിന്റെ പ്രത്യക്ഷത ആ മനോഭാവത്തിലുള്ളവർക്ക് മാത്രമേ നൽകുകയുള്ളൂ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പലപ്പോഴും ഞാനും നിങ്ങളും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ യേശുവിന്റെ പ്രത്യക്ഷത ആഗ്രഹിച്ചവരാണ്. ഇന്ന് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ
ഉയർത്ത ക്രിസ്തു ആർക്കാണ് പ്രത്യക്ഷനാവുക? അതിനുള്ള മാനദണ്ഡം എന്താണ്? അത് തിരുവചനത്തിലൂടെ പരിശോധിക്കാനാണ് ഈ പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ ആയിരുന്നാൽ ഉയർത്ത കർത്താവിന്റെ പ്രത്യക്ഷത നമുക്ക് അനുഭവിക്കുന്നതിനും ആ പ്രത്യേക മനോഭാവത്തിലേക്ക് നാം നയിക്കപ്പെടുന്നതിനും കാരണമാകും എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യേശു ആർക്കാണ് പ്രത്യക്ഷനാവുക? വേദപുസ്തകം പഠിക്കുമ്പോൾ ഒന്നാമത് യേശു പ്രത്യക്ഷനായത് യേശുവിനെ സ്നേഹിക്കുന്നവർക്കാണ്. യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് യേശു കർത്താവ് പ്രത്യക്ഷത നൽകുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 9-ാം വാക്യം. അവൻ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തെ മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. യേശുവിന്റെ പ്രത്യക്ഷത ആദ്യം നൽകിയത് മഗ്ദലക്കാരത്തെ മറിയയ്ക്ക്. നാം ധരിച്ചു വച്ചിരിക്കുന്നത് വേദപുസ്തകത്തിൽ മഗ്ദല മറിയവും പാപിനിയായ സ്ത്രീയും ഒന്നാണ് എന്നാണ്. എന്നാൽ വേദപുസ്തക പ്രകാരം അങ്ങനെയല്ല. വള്ളത്തോൾ മഗ്ദല മറിയം എന്ന ഖണ്ഡകാവ്യം എഴുതിയപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ മഗ്ദല മറിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിശേഷണം യേശു 7 ഭൂതങ്ങളെ പുറത്താക്കിയ മറിയ എന്നാണ്. അക്കാലത്ത് രോഗം ബാധിച്ചവരെ ഭൂതം ബാധിച്ചവരെന്ന് പറയുക പതിവാണ്. ഉദാഹരണമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 17-ാം വാക്യത്തിൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ? ഇങ്ങനെ ഇവിടെ 18 സംവത്സരമായി രോഗിയായിരുന്ന ആ രോഗിയെ കുറിച്ച് സാത്താൻ ബന്ധിച്ചിരിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം മനസ്സിലാക്കുക, 7 ഭൂതങ്ങൾ എന്നത് 7 രോഗങ്ങളെന്നോ നേരിട്ടുള്ള ഭൂതോപദ്രവം ഉണ്ടായിരുന്നു എന്നോ ചിന്തിക്കാവുന്നതാണ്. എന്തായാലും യേശു അവളെ സൗഖ്യമാക്കി. യേശുവിന്റെയും ശിഷ്യന്മാരുടെയും ആവശ്യങ്ങൾ ക്രമീകരിച്ചിരുന്നത് ഇതുപോലുള്ള സ്ത്രീകളാണ്. അവരുടെ വസ്തുവകൾ കൊണ്ട് യേശുവിനെ മാനിച്ചു, യേശുവിനെ ശുശ്രൂഷിച്ചു. അതിൽ പ്രധാനിയായ ധനികയായ മഗ്ദല മറിയയ്ക്ക് ഒരു അംഗീകാരം നൽകിയത് യേശു കർത്താവ്. അക്കാലത്ത് സ്ത്രീകൾക്ക് ശരിയായ അംഗീകാരം നൽകാതിരുന്ന ഒരു കാലഘട്ടം, പ്രത്യേകിച്ച് മനോരോഗിയായ ഒരു സ്ത്രീയെ ആരാണ് അംഗീകരിക്കുക? ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ഒരു പ്രധാന പരിപാടികളിലേക്ക് മനോരോഗിയായ ഒരു സ്ത്രീയെ നാം ക്ഷണിക്കാറില്ല, അല്ലെങ്കിൽ മുഖ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കാറില്ല. അങ്ങനെയെങ്കിൽ മഗ്ദല മറിയയ്ക്ക് യേശു നൽകിയ അംഗീകാരമാണ് അവളെ മുഖ്യസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് മഗ്ദല മറിയം തന്റെ ധനം കൊണ്ട്, തന്റെ കഴിവ് കൊണ്ട് യേശുവിനെ സ്നേഹിച്ചു. ഈ കാലഘട്ടത്തിൽ നാം പത്രദ്വാര മനസ്സിലാക്കുന്നത് പോലെ COVID-19 ബാധിച്ച് രോഗിയായി ആശുപത്രിയിൽ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ അവരെ സ്വീകരിക്കാതിരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വെറുമൊരു രോഗം ബാധിച്ച ഒരാളിനെ
അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രഭാതത്തിൽ മഗ്ദലന മറിയ ഈ അംഗീകാരം ലഭിച്ചതിന്റെ നന്മ അനുഭവിച്ചുകൊണ്ട് അവൾ കാണിച്ച സ്നേഹപ്രകടനം നാം ചിന്തിക്കേണ്ടതാണ്. യേശുവിന്റെ കല്ലറക്കലും ആ സ്നേഹം പ്രദർശിപ്പിക്കുവാൻ അവൾക്ക് കഴിയും. യേശുവിന്റെ ക്രൂശീകരണ വേളയിലും യേശുവിന്റെ കല്ലറക്കലും ആ സ്നേഹം പിന്തുടരുകയാണ്. പലപ്പോഴും നമ്മുടെ സ്നേഹ പ്രകടനങ്ങൾ എന്ന് പറയുന്നത് അവസരവാദപരമായ സ്നേഹപ്രകടനങ്ങളായി മാറും. മറിയ പ്രകടിപ്പിച്ച സ്നേഹമെന്ന് പറയുന്നത് ശരിയായ സ്നേഹമാണ്. നിർവ്യാജ സ്നേഹത്തിന്റെ പ്രകടനമാണ് മറിയ കാട്ടിയത്. അതുകൊണ്ടാണ് ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ അവൾ തനിയെ ഓടിപ്പോയത്. വേദപുസ്തകം പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയും എന്നാണ്. അങ്ങനെ തികഞ്ഞ സ്നേഹത്തോടെ കല്ലറയിലേക്ക് ഓടിപ്പോകുമ്പോൾ അവളുടെ ഉത്കണ്ഠ മാറ്റി ഭയം നീക്കി അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന വേളയിൽ യേശു അവൾക്ക് പ്രത്യക്ഷനായി എന്നുള്ളതാണ്. സ്നേഹത്തിന്റെ പാരമ്യതയിൽ നമ്മുടെ ഭയങ്ങളെല്ലാം മാറിപ്പോകും. ആ സമയത്ത് യേശു നമുക്ക് പ്രത്യക്ഷനാകും. ഇന്ന് ആര് യേശുവിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവർക്ക് യേശു പ്രത്യക്ഷനാകും എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. യേശുവിനെ അധികമായി സ്നേഹിക്കുന്നെങ്കിൽ യേശു അവർക്ക് പ്രത്യക്ഷത നൽകുന്നു. ഈ പ്രഭാതത്തിൽ യേശുവിന്റെ പ്രത്യക്ഷത ആഗ്രഹിക്കുന്നെങ്കിൽ യേശുവിനെ അധികമായി സ്നേഹിക്കുക. രണ്ടാമത് യേശു പ്രത്യക്ഷത നൽകുന്നത് ആർക്കാണ്? അനുതാപ ഹൃദയത്തോടെ ആര് യേശുവിനെ സമീപിക്കുമോ അവർക്ക് യേശു പ്രത്യക്ഷത നൽകും. പുതിയ നിയമം ശരിയായി പഠിച്ചാൽ യേശു രണ്ടാമത് പ്രത്യക്ഷനായത് ശീമോൻ പത്രോസിന്. ലൂക്കോസ് വിശേഷം 24 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു ശീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. തന്റെ ഗുരുവിനെ തള്ളി പറഞ്ഞ പത്രോസ്, അപ്പോസ്തലന്മാരിൽ പ്രമുഖനായ പത്രോസ്, യേശുവിന്റെ സ്ഥാനവും മഹത്വവും മനസ്സിലാക്കാനുള്ള ഉൾക്കാഴ്ചയും അതിന് സാക്ഷ്യം വഹിക്കാനും ധീരതയും ഉള്ളവനായിരുന്നു പത്രോസ്. തന്റെ ഗുരുവിനോടുള്ള അദമ്യമായ ഭക്തി പല പ്രാവശ്യം പത്രോസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ യേശു പറഞ്ഞു, താൻ കഷ്ടാനുഭവത്തിലേക്ക് പോവുകയാണ്, താൻ മരണത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ, കർത്താവേ അതരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് വളരെ ആഗ്രഹിച്ചവരാണ് പത്രോസ്. മാളിക മുറിയിൽ വെച്ച് വീരവാദം പറഞ്ഞവരാണ് പത്രോസ്. എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഇടറുകയില്ല. ഗദശമനത്തോട്ടത്തിൽ വെച്ച് ഗുരുഭക്തിയും ധൈര്യവും വെളിപ്പെടുത്തിക്കൊണ്ട് മഹാപുരോഹിതന്റെ ചെവി ഛേദിച്ചു കളഞ്ഞവരാണ് പത്രോസ്. ഇത്രയൊക്കെ ധൈര്യം കാണിച്ച പത്രോസ് യേശു പിടിക്കപ്പെട്ടപ്പോൾ ഗുരുവിനെ വിട്ട് ഓടിപ്പോയി എന്നാണ് നാം വായിക്കുന്നത്. യേശുവിനെ ദൂരമേ പിൻചെന്നു.
മഹാപുരോഹിതന്റെ അരമനയുടെ നടത്തളത്തിൽ തീ കായും. വാതിൽ കാവൽക്കാരത്തെ പത്രോസിനെ കണ്ടിട്ട് ചോദിച്ചു, നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? ഉടനെ മറുപടി പറയുന്നു, സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല. നീ പറയുന്നത് തിരിയുന്നില്ല, എനിക്ക് ബോധ്യമാകുന്നില്ല. കേവലം ഒരു വേലക്കാരത്തിയുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പോ. ഇന്ന് ഞാനും നിങ്ങളും അങ്ങനെയാണ്. ധാരാളം ഇടങ്ങളിൽ കർത്താവിനെ ധൈര്യത്തോടെ സാക്ഷിച്ചതാണ്. എന്നാൽ നിസ്സാരന്മാരുടെ അടുക്കൽ, നിസ്സാര കാര്യങ്ങളിൽ, നിസ്സാരമായ ഇടങ്ങളിൽ നാം കർത്താവിനെ തള്ളിപ്പറയുന്നില്ലേ? പ്രതീക്ഷിക്കാത്ത സമയത്ത്, അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നാം കർത്താവിനെ തള്ളിപ്പറയുകയാണ്. ഇവിടെ പത്രോസിന്റെ ചരിത്രം പരാജയത്തോടുകൂടി, തള്ളിപ്പറച്ചിലോടുകൂടി അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ യേശുവിന്റെ ഒരു നോട്ടം അവനെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ്. യേശു പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. സ്വന്തം തെറ്റിനെ പറ്റി ആഴത്തിൽ പശ്ചാത്തപിക്കുവാനിടയാണ്. ഈ പ്രഭാതത്തിൽ നമ്മെ വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നത്, എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥാനത്ത് യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയം അനുതപിക്കാനുള്ളതാണ്, പശ്ചാത്തപിക്കാനുള്ളതാണ്, ഒരു വരവിന് വേണ്ടി ഒരുങ്ങാനുള്ളതാണ്. പത്രോസ് തിരിച്ചു വന്ന് ശിഷ്യഗണങ്ങളോടുകൂടെ ചേർന്നു എന്നാണ് നാം വായിക്കുന്നത്. അനുതാപത്തോടെ നാം തിരിച്ചു വരുന്നു എങ്കിൽ യേശു നമുക്ക് പ്രത്യക്ഷത നൽകും. അനുതാപമുള്ളിടത്ത്, കരച്ചിലുള്ളിടത്ത് എന്റെ കർത്താവ് പ്രത്യക്ഷത നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. അനുതാപത്തോടെ നമുക്ക് കർത്താവിനെ സമീപിക്കാം. മൂന്നാമത്, അന്ധാളിപ്പിന്റെ ആത്മാർത്ഥതയിൽ യേശു പ്രത്യക്ഷം നൽകുന്നു എന്നുള്ളതാണ്. യേശു ഉയർത്ത ദിവസം തന്നെ എമ്മൗസിലേക്ക് യാത്ര ചെയ്യുന്ന രണ്ട് ശിഷ്യന്മാരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ അവരിൽ പരിഭവവും ദുഃഖവും ഉണ്ടാക്കി. അവർ വാടിയ മുഖത്തോടുകൂടിയാണ് നിന്നത്. ക്രിസ്തുവിന്റെ ക്രൂശീകരണവും ഉയർപ്പും അവരിൽ ഉണ്ടാക്കിയ അന്ധാളിപ്പിന്റെ ആത്മാർത്ഥത ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ വാടിയ മുഖം യേശു കണ്ടു. അവിടെ ക്രിസ്തുവിന്റെ സാന്നിധ്യം അവർ അനുഭവിച്ചു. ഒരു മനുഷ്യന് യാതൊന്നും മനസ്സിലാക്കുവാൻ പാടില്ലാത്ത വിധം സങ്കീർണമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം. പരിഹാരം കണ്ടുപിടിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളും അനുഭവിച്ചേക്കാം. ഒരുപക്ഷെ അപ്രതീക്ഷിതമായ ഉണ്ടായ അപകടങ്ങളിൽ അന്ധാളിച്ചു നിൽക്കുന്നുണ്ടാകാം. നല്ല ആരോഗ്യത്തോടെ നടന്നുപോയ ആളുകൾ അപ്രതീക്ഷിതമായി ആശുപത്രിയിൽ ചെക്കപ്പ് കഴിയുമ്പോൾ പ്രതീക്ഷിക്കാത്ത രോഗങ്ങളെന്ന് ചിന്തിച്ചേക്കാം. കോവിഡ്-19 അഥവാ കൊറോണ വൈറസിന് പ്രതിവിധിയില്ല. ശാസ്ത്രലോകം അന്ധാളിച്ചു നിൽക്കുകയാണ്. ഭരണാധിപന്മാർ എങ്ങനെ ഈ വൈറസിനെ പിടിച്ചുകെട്ടാമെന്ന് ചിന്തിച്ച് അന്ധാളിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എമ്മൗസിലേക്ക് പോയ യാത്രക്കാർക്ക് പ്രത്യക്ഷത നൽകിയതുപോലെ അവരുടെ അന്ധാളിപ്പിന്റെ മധ്യേ പരിഹാരവുമായി പ്രത്യക്ഷത നൽകിയതുപോലെ എന്റെ കർത്താവ്
നമ്മുടെ ഭരണാധിപന്മാർക്ക്, ശാസ്ത്രജ്ഞന്മാർക്ക്, ആരോഗ്യ പ്രവർത്തകർക്ക് പ്രത്യക്ഷത നൽകി ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. പലപ്പോഴും എന്റെ കർത്താവ് നാം അന്ധാളിച്ചു നിൽക്കുന്നു എന്ന് തോന്നുന്ന സമയങ്ങളിൽ നമുക്ക് പ്രത്യക്ഷത നൽകി നമ്മെ ധൈര്യപ്പെടുത്തിയത് നാം ഓർക്കേണ്ടതാണ്. ഈ ലോകം അന്ധാളിച്ചു നിൽക്കുന്ന ഈ വേളയിൽ യേശുവിന്റെ പ്രത്യക്ഷതയ്ക്കായി നമുക്ക് ആഗ്രഹിക്കാം. ആര് നിരാശയിലായിരിക്കുന്നുവോ അവർക്ക് കർത്താവ് പ്രത്യക്ഷത നൽകും. ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം യേശുവിന്റെ ശിഷ്യന്മാർ ഭയത്തിലും നിരാശയിലും ഇടയും പടുകുഴിയിലായിരുന്നു. പ്രതീക്ഷകളാകപ്പാടെ നഷ്ടപ്പെട്ടു. എന്നാൽ നിരാശയുടെ മധ്യത്തിലും യേശുവിനെ അവർ വിസ്മരിച്ചിട്ടില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യത്തിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരുള്ള സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിട്ട് യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു എന്നാണ് നാം വായിക്കുന്നത്. ഇവിടെ ഭയത്തിലും നിരാശയിലും ഇരുന്ന തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷത നൽകുന്നു എന്നുള്ളതാണ് പ്രധാനം. പത്രോസും അന്ത്രയോസും വള്ളവും വലയും കൊണ്ട് യേശുവിനെ പിന്തുടർന്ന ആള്. മത്തായി ചുംബൻ പിരിവുകാരനാണ്. ശീമോൻ ഒരു എരിവുകാരനായ ശീമോൻ ഒരു മത തീവ്രവാദിയായി. ഇങ്ങനെ വ്യത്യസ്ത നിലകളിൽ നിന്ന് കർത്താവിനെ പിന്തുടർന്നു വന്നപ്പോൾ പെട്ടെന്നുള്ള കർത്താവിന്റെ അസാന്നിധ്യം ഈ തന്റെ ശിഷ്യന്മാരെ നിരാശയിലേക്ക് കൊണ്ടുപോയി, ഭയത്തിലേക്ക് കൊണ്ടുപോയി. യഹൂദ സമുദായത്തിന്റെ പരമാധികാര സഭയായ സന്നിധിയും സംഘം യേശുവിനെ വിസ്തരിച്ച് കൊല ചെയ്തു. യേശുവിന്റെ അനുയായി എന്നറിഞ്ഞാൽ ശിഷ്യന്മാർക്കും ആപത്ത് സംഭവിക്കും. അങ്ങനെ ഭയത്തോടും നിരാശയോടും കൂടെ ഇരിക്കുന്ന ശിഷ്യന്മാർ ഇന്നും അതേ അനുഭവമല്ലേ ഇന്ന് നമുക്കുള്ളത്. അനേകര് നിരാശയിലാണ്, ഭയത്തിലാണ്. എവിടെയാണെന്ന് ഭയം കൂടാതെ ഇറങ്ങി നടക്കാനായിട്ട് കഴിയുക? എല്ലാവരും ലോക്ക്ഡൌണിന്റെ ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങളെല്ലാം നിരാശ ബാധിച്ച ഒരു വലിയ സമൂഹം. 21-ാം നൂറ്റാണ്ട് ആരംഭിക്കുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് ഉണ്ടായിരുന്നത്. 2020 ആരംഭിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ ഇന്ന് നാം ഭയത്തിലും നിരാശയിലുമാണ്. വേദപുസ്തകം പറയുന്നത് അങ്ങനെ നിരാശയിലായിരിക്കുന്നവർക്ക്, ഭയത്തിലായിരിക്കുന്നവർക്ക് യേശു പ്രത്യക്ഷത നൽകും എന്നുള്ളതാണ്. അവർക്ക് മാത്രമല്ല പ്രത്യക്ഷത നൽകുക, പിന്നെയോ നാം എപ്പോഴെങ്കിലും സംശയത്തിന്റെ വേദിയിലായിരിക്കുന്നുവെങ്കിൽ യേശു അവർക്കും പ്രത്യക്ഷനാകും. യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുമ്പോൾ തോമസ് അവിടെയില്ലാതെ. തോമസ് പറഞ്ഞു, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ സംശയിച്ചു നിൽക്കുമ്പോൾ 8 ദിവസം കഴിയുമ്പോൾ യേശു തോമസും ശിഷ്യന്മാരും ഇരിക്കുമ്പോൾ വീണ്ടും പ്രത്യക്ഷത നൽകിയിട്ട് നിന്റെ
നിന്റെ കൈ നീട്ടി എന്റെ വിലാപത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന്. മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും സംശയങ്ങളുടെ അവസ്ഥയിലേക്ക് നാം എത്തിപ്പെടുമ്പോൾ അവർക്ക് പ്രത്യക്ഷത നൽകി അവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവം എന്ന് പറയുന്നത് സംശയിച്ചു നിൽക്കുന്നവരുടെ അടുക്കൽ മാത്രമല്ല പ്രത്യക്ഷത നൽകുക. ഇന്ന് തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌൺ കാലം. നാം ഇന്ന് വായിച്ച വേദഭാഗത്ത് പത്രോസ് തന്റെ സഹശിഷ്യരെയും വിളിച്ചുകൊണ്ട് തന്റെ പഴയ ജോലിയിലേക്ക് പോവുകയാണ്. അവിടെ തൊഴിൽ ചെയ്തിട്ടും ശരിയായ ആദായം കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോൾ യേശു കർത്താവ് അവിടെ പ്രത്യക്ഷനാകും. തൊഴിൽ അന്വേഷിച്ചു പോകുന്ന തൊഴിലന്വേഷകരുടെ അടുക്കലേക്ക് യേശു പ്രത്യക്ഷനാകും എന്ന് വെളിപ്പെടുത്തുന്ന ഒരു പ്രധാന സംഭവമാണ് അവിടെ ഉള്ളത്. നാം എപ്പോഴെങ്കിലും തൊഴിലില്ലാതെ വിഷമിക്കുന്നുവെങ്കിൽ തൊഴിലന്വേഷകർക്ക് പ്രത്യക്ഷം നൽകി അവർക്ക് ആ പ്രതീക്ഷകൾ നൽകുന്ന ഒരു ദൈവത്തിന്റെ അടുക്കിലേക്ക് നാം കടന്നു പോകേണ്ടതുണ്ട്. യേശു സത്യാന്വേഷകരായിട്ടുള്ള ആളുകൾക്കും പ്രത്യക്ഷനാണ്. അതുകൊണ്ടാണ് തർശോസുകാരനായ സൗലിനെ യേശു പ്രത്യക്ഷത നൽകിയത്. അവിടെ സത്യമന്വേഷിച്ചിറങ്ങി തിരിച്ചവനാണ് ശൗൽ. അവനെ പൗലോസാക്കി തന്റെ പ്രത്യക്ഷത നൽകി പൗലോസാക്കി രൂപാന്തരപ്പെടുത്തുന്നത് നാം അവിടെ വായിക്കും. ഏറ്റവും അവസാനമായി ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. എവിടെയാണോ ആരാധനയുള്ളത് അവിടെ പ്രത്യക്ഷം നൽകുകയാണ് യേശു. എവിടെയാണ് ആരാധനയുള്ളത് അവിടെ യേശു പ്രത്യക്ഷം നൽകുകയാണ്. നാം ഇന്ന് നമ്മുടെ ഭവനങ്ങളിലാണ് നാം ആരാധിക്കുന്നത്. ആദിമ സഭ ഭവനങ്ങളിലെ സഭയായി. അവിടെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, 2-3 പേർ എന്റെ നാമത്തിൽ ഐകമത്യപ്പെട്ടാൽ അവരുടെ നടുവിൽ പ്രത്യക്ഷം നൽകാം. നാം ഇന്ന് ഏത് സ്ഥലത്തിരുന്ന് ഈ ആരാധന വീക്ഷിക്കുന്നുവോ, ഈ ആരാധനയിൽ പങ്കുചേരുന്നുവോ അവർക്ക് പ്രത്യക്ഷം നൽകുകയാണ് കർത്താവ്. ആ പ്രത്യക്ഷത ഈ ഒരാഴ്ച മുഴുവനും, ഈ ലോക്ക്ഡൌൺ കാലഘട്ടം മുഴുവനും നമുക്ക് ലഭ്യമാകാം. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ സമയം നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം ആരാധനക്രമം 22. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ വിശ്വസിച്ചു. പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കാരനാവുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നാം കേട്ടതായ തിരുവചനത്തെ ഓർക്കുകയും നമ്മുടെ വ്യത്യസ്ത അനുഭവങ്ങളുടെ മധ്യേയും ആശങ്കകളുടെ മധ്യേയും ആവശ്യങ്ങളുടെ മധ്യേയും യേശു
യേശുവിൻ്റെ പ്രത്യക്ഷത നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനേകര് വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവിത ഭാരങ്ങളിൽ ആയിരിക്കുന്നു. ആ വ്യത്യസ്തതകളെ മനസ്സിലാക്കി ദൈവം പ്രവർത്തിക്കേണ്ടതിന്, ആ വ്യത്യസ്തതകളിൽ ദൈവകൃപ അനുഭവിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ജോൺ പറക്കോണം എന്ന പ്രിയദാസന്റെ സൗഖ്യത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ലോകമാകമാനം കൊറോണ വൈറസിന്റെ പിടിയിലകപ്പെട്ട് രോഗികളായി ആശുപത്രികളിൽ കഴിയുന്ന എല്ലാ രോഗികളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം അവരുടെ ബന്ധുമിത്രാദികളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രോഗം ബാധിച്ച് ദൈനംദിനം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് വിലപിച്ച് കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ രോഗത്തെ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് അധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭരണാധിപന്മാർ, ലോകത്തിൽ മുഴുവനുമുള്ള ഭരണാധിപന്മാർക്കായി, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഭരണാധിപന്മാർ, കേരളത്തിലെ ഭരണാധിപന്മാർക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരോഗ്യ മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അനേക ആരോഗ്യ പ്രവർത്തകർ ഈ നാളുകളിൽ അവർ ഏത് രോഗത്തിനാണോ ഏത് രോഗികളെയാണോ ചികിത്സിക്കുന്നത്, അതേ രോഗം പിടിപെട്ട് ആശുപത്രികളിലും ഭവനങ്ങളിലുമായി കഴിയുകയും മരണപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ത്യാഗത്തോടെ ഈ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും ദൈവത്തിന്റെ സുരക്ഷിത വലയത്തിൽ ആക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വൈറസിന്റെ വ്യാപനത്തിന് പിടിച്ചു നിർത്തുന്നതിന് ഭഗീരമായി എത്തിക്കുന്ന അതിന്റെ വാക്സിൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഭഗീരമായി എത്തിക്കുന്ന എല്ലാ ശാസ്ത്രജ്ഞന്മാർക്കായും നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ മേഖലകളിൽ സ്തുത്യർഹമായി സേവനം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ദേശത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ രോഗം ഈ പ്രദേശത്ത് ആരും കടന്നു വരാറുണ്ട്. കർത്താവ് സുരക്ഷിതമായി കാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കേരളക്കരയെ ദൈവം സംരക്ഷിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുകയും ഇനി എത്രയും വേഗം അതിന്റെ വ്യാപനം തടയേണ്ടതിനുള്ള അവരുടെ ഗവൺമെന്റ് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ സഫലീകൃതമാകേണ്ടതിന് ദൈവമേ കൃപ ചെയ്യണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. അതോടൊപ്പം വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളിലായിരിക്കുന്ന എല്ലാ സമാധാനങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ, എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും.
പരിശുദ്ധ ദിനത്തിന്റെ പ്രഭാതത്തിൽ ഈ ആലയത്തിൽ നടക്കുന്ന ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ വിശ്വാസികളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശബ്ദപരിധിക്കുള്ളിൽ ആയിരിക്കുന്നവരെയും ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്റെ കർത്താവിനോടുകൂടെ ഈ പ്രഭാതത്തിൽ പറഞ്ഞുവല്ലോ. ആവശ്യങ്ങൾ അറിഞ്ഞ് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം തമ്പുരാൻ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഞാൻ നിനക്ക് നൽകാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒത്തവണ്ണമുള്ള നന്മകളെ നൽകി മാനിക്കണമേ. ഈ നാളുകളിൽ ഗർഭിണികളായി കഴിയുന്ന, രോഗികളായി കഴിയുന്ന, മറ്റു വിവിധങ്ങളായുള്ള പ്രശ്നങ്ങളിൽ കഴിയുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹം അവരുടെ മേൽ ചൊരിയണമേ. വിശിഷ്യ ഞങ്ങൾ ഈ സമയം ഓർത്ത വൈറസിന്റെ പിടിയിൽ അകപ്പെട്ടു പോയ എല്ലാ ജനത്തെയും എന്റെ കർത്താവ് വിടുവിക്കുകയും എന്റെ കർത്താവിന്റെ സൗഖ്യമാകുന്ന കരം പ്രവർത്തിക്കുകയും ചെയ്യണമേ. നിന്റെ നേതൃത്വം കൊടുക്കുന്ന എല്ലാ ഭരണാധിപന്മാർക്കായും പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർക്കായി പ്രാർത്ഥിക്കുന്നു. ശാസ്ത്രജ്ഞന്മാർക്കായി പ്രവർത്തിക്കുന്നു. പോലീസ്, ഫയർഫോഴ്സ്, സന്നദ്ധ പ്രവർത്തകർ, ഇങ്ങനെ വ്യത്യസ്ത നിലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ അത്യധ്വാനം ഒരിക്കലും വൃഥാവായി തീരരുതേ എന്നും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ പ്രദേശത്തെ ആകമാനം അനുഗ്രഹിക്കണമേ. ഈ ഇടവകയെ അനുഗ്രഹിക്കണമേ. ഈ ഇടവകയിൽ ഞങ്ങൾ ഇനി ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്ന സമയം വരെയും ദൈവകൃപയുടെ തണലിൽ എല്ലാവരെയും അങ്ങിങ്ങായി മറച്ചുകൊള്ളണം. കർത്താവേ, ഈ ഒരാഴ്ചയും അങ്ങയുടെ ആത്മാവിന്റെ പരിപോഷണം നൽകി ഞങ്ങളെ മാനിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്വീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. സ്വർഗത്തിലെ ഭൂമിയാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ അപേക്ഷപ്പെടുത്താൻ ദുഷ്ടങ്ങൾ വിടുവിക്കണമേ. രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ആശീർവാദം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവര് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനും മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.